ഇത് ശ്രീരാമന്റെ രാജത്വത്തിന്റെ അവസാന അധ്യായമാണ്. സീതയുടെ അധോലോക പ്രവേശനം മുതൽ ലവകുശന്മാരുടെ ധൈര്യഗാഥ വരെ. ഏറ്റവും മാനസികമായ വികാരഭരിതമായ ഭാഗം ഉത്തരരാമായണം. അയോധ്യയിൽ രാജാധിരാജനായ ശ്രീരാമന്റെ ജീവിതത്തിലെ ഏറ്റവും വികാരഭരിതമായ, ധാർമ്മികമായ, ദുഃഖഹരിതമായ അതിപ്രധാന അധ്യായം ഉത്തരരാമായണം. സീതയുടെ ഭൂമിയിൽ ലയിക്കലും രാമന്റെ വിടവാങ്ങലും ലവകുശയുടെ ധൈര്യവും എല്ലാം ചേർന്ന് കെട്ടിപ്പടുത്ത ധർമ്മത്തിന്റെ മഹത്വം പറയുന്ന കഥ. അഗ്നിപരീക്ഷയ്ക്ക് ശേഷം സീത അയോധ്യയിൽ പുനഃപ്രവേശിച്ചു. പക്ഷേ അയോധ്യയിലെ ജനങ്ങൾക്ക് സംശയങ്ങൾ മാറിയില്ല. അവൾ ലങ്കയിൽ എത്ര ദിവസമുണ്ടായിരുന്നു? അവളെ ആരെങ്കിലും പ്രാപിച്ചിട്ടുണ്ടായിരുന്നോ? ഇതെല്ലാം കേട്ട് രാമന്റെ മനസ്സിൽ ഭാരം വർദ്ധിച്ചു. അദ്ദേഹം വേഷമണിഞ്ഞ് നഗരവാസികളുടെ നിലപാട് മനസ്സിലാക്കാൻ തയ്യാറായി. തന്റെ പ്രിയപ്പെട്ട ഭാര്യയും ഗർഭിണിയുമായ സീതയെ ശ്രീരാമന് അയോധ്യയിൽ നിന്ന് അകറ്റിവിടേണ്ടി വന്നു. നിതാന്തവൃദ്ധയായ ജനാധിപത്യ ശങ്കകൾക്കു മുന്നിൽ തന്റെ സ്വരം തൊണ്ടയിൽ തങ്ങി നിന്നിട്ടും അവൻ ധർമ്മത്തിനു വേണ്ടി ആ നിർണയം എടുത്തു. സീത നഗരദ്വാരങ്ങൾ വിട്ട് കാട്ടിലേക്ക് നീങ്ങുകയായിരുന്നു, നിശബ്ദതകളിലേക്ക്. സീത അവിടെ താമസിക്കാൻ തീരുമാനിക്കുന്നു. അവൾക്ക് പ്രസവം അടുത്തു വരുന്ന സമയമായതിനാൽ അത്യന്തം ബുദ്ധിമുട്ടിന്റെ സമയമായിരുന്നു അത്. അപ്പോഴാണ് ആ ഭാഗത്തേക്ക് മഹർഷി വാൽമീകിയും ആശ്രമവാസികളും എത്തുന്നത്. വാൽമീകി മഹർഷി സീതയെ കാണുന്നു. അവളുടെ ഗർഭാവസ്ഥയും ആകുലതയും മനസ്സിലാക്കുന്നു. അപ്പോൾ അദ്ദേഹം സീതയെ സ്വന്തം ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. ആശ്രമത്തിൽ സമയം കടന്നു പോകുമ്പോൾ പ്രകൃതിയും ചിരിച്ചു. സീതയുടെ വേദന അതിന്റെ ഉച്ചസ്ഥാനത്തിൽ എത്തുമ്പോൾ അതിൽ നിന്നാണ് രണ്ട് പുതുജീവിതങ്ങൾ ലോകത്തിലേക്ക് മിഴി തുറക്കുന്നത്. ലവനും കുശനും. സീതയ്ക്കും കുഞ്ഞിനും അവിടെ സുരക്ഷിതമായ അഭയം ലഭിക്കുന്നു. മഹർഷിയുടെ ആശ്രമം അവളുടെ പുതിയ താവളമാകുന്നു. വാൽമീകി ഋഷിയുടെ ആശ്രമത്തിന് സമീപം അശ്വമേധയാഗത്തിനായുള്ള അശ്വം വലിയ വൃക്ഷത്തോടൊപ്പം കെട്ടിയ നിലയിൽ രണ്ട് ബാലന്മാർ ധൈര്യത്തോടെ നിലകൊള്ളുന്നു. അതേസമയം അഗ്നിപോലെ പടർന്നു വരുന്ന കോപത്തോടെ കയ്യിൽ വാളുമായി ലക്ഷ്മണൻ അതിസുന്ദരമായ വനപത്തിലൂടെ കടന്നുവരുന്നു. ഈ യാഗം നീതി ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ അത് ചോദ്യം ചെയ്യുന്നു. കുതിരയെ പിടിച്ചിരിക്കുന്നു എന്നറിഞ്ഞു രാമന്റെ സൈന്യം വനത്തിലേക്ക് കടക്കുന്നു. അവരെ തടയുന്നത് രണ്ടു ബാലന്മാർ ലവനും കുശനും. സൈന്യം അവരെ അവഗണിച്ചു. പക്ഷേ പിന്നെ ആദ്യ അമ്പ്. രാമന്റെ സേന പിൻവാങ്ങുന്നു. പിന്നീട് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഓരോരുത്തരും എത്തുന്നു. എങ്കിലും ഈ ബാലന്മാർ അത്ഭുതകരമായി അവരുടെ അമ്പുകളാൽ എല്ലാം തളർത്തുന്നു. യുദ്ധത്തിനൊടുവിൽ കുരുക്ഷേത്രം പോലെ സ്തബ്ധമായിരുന്നു ആ കാട്. അന്നാണ് വന്നത് വാൽമീകി മഹർഷി, ജീവിതത്തെയും ധർമ്മത്തെയും കയ്യിലേറ്റി നടന്ന മഹാനായ വൃദ്ധൻ. ഇവരാണ് ലവയും കുശനും, സീതയുടെ മക്കൾ. ശ്രീരാമന്റെ കണ്ണുകൾ നിറഞ്ഞു. പുത്രന്മാരെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന പിതാവിന്റെ ഹൃദയവും രാജധർമ്മത്തിൽ പെട്ടെന്നു വീഴേണ്ടി വന്ന രാജാവിന്റെ മനസ്സും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ദൂരെ നിന്നു കാഴ്ച കണ്ടു ഭൂമി തളർന്നുപോയി. അവൾ നടന്നു രാജധാനിയുടെ നടുവിലൂടെ. കണ്ണുകളിലൊരു ശാന്തത, വാക്കുകളിൽ ദൃഢത. ശ്രീരാമ, നീ ചെയ്തത് നീതിയുള്ളതാണെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. ഞാൻ ഭൂമിയോട് ചോദിക്കട്ടെ, ഞാൻ തികച്ചും ശുദ്ധയാണെങ്കിൽ അമ്മയായ ഭൂമി എന്നെ ഏറ്റുവാങ്ങട്ടെ. കണ്ണുകൾ മൂടിയ നിലയിൽ കൈകളെ താഴേക്ക് നീട്ടി അവൾ ഭൂമിയോട് പ്രാർത്ഥിച്ചു. മണ്ണ് കുലുങ്ങി, നിലം പിളർന്നത് പോലെ തോന്നി. പുഷ്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഒരു പളുങ്കിൽ നിന്ന് ഭൂമിദേവി പ്രത്യക്ഷപ്പെട്ടു. ആൾക്കൂട്ടം തള്ളി നിന്നു നോക്കി. രാമൻ നിലവിളിച്ചു, സീതേ. പക്ഷേ അവൾ തിരിഞ്ഞു നോക്കിയില്ല. അവൾ സ്വത്വത്തോടെയും ധർമ്മത്തോടെയും ഒന്നായി ഭൂമിയിലേക്ക് മടങ്ങി. അയോധ്യയിലെ സന്ധ്യാസമയത്തിലായിരുന്നു അത്. കാഞ്ചനരഥത്തിൽ നിന്നും അകലെ നിന്ന് ഒരാൾ നടക്കുകയായിരുന്നു. തലയിൽ ജട, കയ്യിൽ കമണ്ഡലം, നെറ്റിയിൽ ഭസ്മം. വൃദ്ധൻ, പക്ഷേ ദിവ്യമായ അശരീരതയിൽ തെളിയുന്ന കാന്തിയുണ്ടായിരുന്നു. രാമൻ രാജ്യസഭയിൽ ഇരിക്കവേ വന്നു നമസ്കരിച്ചു ബ്രാഹ്മണൻ. രാമ, നീ ഈ ഭൂമിയിൽ ധർമ്മം നിറവേറ്റിയിരിക്കുന്നു. നിന്നെ വിളിക്കുന്ന സമയം അടുത്തിരിക്കുന്നു. രാമൻ മന്ദഹാസത്തോടെ പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ കർത്തവ്യം ചെയ്തിരിക്കുന്നു. എന്നാൽ ഞാൻ എന്റെ ദേശത്തെ വിടുന്നത് ജനങ്ങൾക്കായി ആശ്വാസത്തോടെ ആകണം. അരമനയുടെ വലിയ സുവർണദ്വാരങ്ങൾ മന്ദമായി തുറക്കുന്നു.
കനലുള്ള ഒരു പ്രകാശം അതിനകത്തു നിന്ന് പുറംതളിർക്കുന്ന പോലെ പരക്കുന്നു. അവിടെയാണവൻ, ദുർവാസാവ് എന്ന മുനി. മുഖം വെള്ളിത്തിളക്കത്തിൽ പൊലിഞ്ഞു, അധരങ്ങൾ നിശബ്ദമായി അടഞ്ഞു, കണ്ണുകൾ അഗ്നിശിഖയെ പോലെ ദഹിപ്പിക്കുന്നു. ദ്വാരത്തിൽ നിന്ന് ദിവ്യപ്രകാശം ഒഴുകുന്നു. സൂര്യാസ്തമയത്തിന്റെ തലോടലിൽ മുഴുകിയിരിക്കുന്നു സരയൂ നദി. ആ ജലപ്രവാഹത്തിന് പാകത്തിൽ കയറി നിൽക്കുന്നു ലക്ഷ്മണൻ. ചിറകുകളില്ലാത്ത ഒരു ദേവദൂതൻ പോലെ. ദേഹമാകെ നീലപ്രഭയിൽ തിളങ്ങി. തിരമാലകളോട് സൗമ്യമായി ചൊല്ലി അനന്തന്റെ രൂപം ഏറ്റെടുക്കുന്നു അദ്ദേഹം. ലക്ഷ്മണനല്ല ഇനി, തൃപ്തിയെയും ത്യാഗത്തെയും ചുമന്ന അനന്തൻ എന്ന ആദിശേഷൻ. സരയുവിന്റെ തിരകളിലേക്ക് ആ ദിവ്യശരീരം പതിയെ ഇഴഞ്ഞു ചെല്ലുന്നു. രാമൻ തിരിഞ്ഞു നോക്കിയില്ല. അവന്റെ പാത ധർമ്മത്തിന്റെ വീതിയായി മാറി. അയോധ്യയെ ത്യജിച്ച് പ്രജകളെ വെടിഞ്ഞ് രാജ്യാധികാരങ്ങൾ വിട്ട് തന്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച് സരയുവിന്റെ ആഴങ്ങളിൽ ലയിച്ച് വിഷ്ണുവിൽ വിലയം പ്രാപിക്കുകയായിരുന്നു ഏകപത്നി വ്രതക്കാരനായ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമൻ.